കുഞ്ഞിന് 6 മാസം കഴിഞ്ഞാൽ നമ്മൾ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങും അല്ലേ? അപ്പോൾ ആദ്യമായി എന്ത് കുറുക്ക് കൊടുക്കണം എന്നത് ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. ചിലയിടത്ത് ഏത്തപ്പഴപ്പൊടി, ചിലയിടത്ത് കുന്നൻ വാഴപ്പൊടി, ചിലയിടത്ത് റാഗിപ്പൊടി. അങ്ങനെ ഓരോ വീടിനും ഓരോ നാടിനും ഓരോ രീതികളുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായും ഏത്തപ്പഴപ്പൊടിയാണ് കൊടുക്കാറ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് കോഴിക്കോടാണ്. ഇവിടെ കുന്നൻ വാഴപ്പൊടിയാണ് കൂടുതലും കൊടുക്കാറ്. അതുകൊണ്ട് ഇത്തവണ കുഞ്ഞിന് വേണ്ടി വീട്ടിൽ തന്നെ കുന്നൻ വാഴപ്പൊടി തയ്യാറാക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇത് ഞങ്ങളുടെ വീട്ടിലെ വാഴക്കൊലല്ല കേട്ടോ. പരിചയമുള്ള ഒരു വീട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് കുന്നൻ വാഴ മേടിച്ചതാണ്. കുന്നൻ വാഴയിൽ കറ നന്നായിട്ടുണ്ടാകും. അതുകൊണ്ട് ആദ്യം തന്നെ 2 ബക്കറ്റ് വെള്ളം തയ്യാറാക്കി വെക്കണം. എന്നിട്ട് ഓരോ പഴവും മുറിച്ച് തോല് കളഞ്ഞ ഉടനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ കറ പിടിച്ച് പഴം കറുത്തു പോകില്ല. ഈ ഇരട്ടപ്പഴം കണ്ടപ്പോൾ ഒരു പഴയ കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടക്കുട്ടികളുണ്ടാവുമെന്ന് പറയാറുണ്ടല്ലോ. അതൊക്കെ വിശ്വസിച്ച് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഇരട്ടക്കുട്ടികളാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഇപ്പോൾ എൻ്റെ ഈ ഒരു മോനെ വളർത്തുമ്പോൾ തന്നെ എൻ്റെ ദൈവമേ, ഒരെണ്ണം തന്നെ നന്നായി നോക്കാൻ പാടാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇരട്ടക്കുട്ടികളെ വളർത്തുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഹാറ്റ്സ് ഓഫ്. യു ഗൈസ് റിയലി ഡിസർവ് ആൻ അവാർഡ്. അപ്പോൾ ഇനി എല്ലാ പഴവും ഇതുപോലെ തോല് കളഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കാം. എല്ലാ പഴവും തോല് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചിപ്സിൻ്റെ രൂപത്തിൽ അരിയാൻ പോകുന്നത്. ഇതൊരുപാട് തോലുണ്ടല്ലേ? ഇത്രയും തോല് കണ്ടാൽ എന്താ വിചാരിക്കുക, ഇതൊക്കെ കളയാനുള്ളതാകും എന്നല്ലേ? അല്ല, കളയണ്ട. വാഴത്തൊലിയിൽ നല്ല ന്യൂട്രിയൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അയൺ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ തോല് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ അവിടെ മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാ വീടുകളിലും കൊടുക്കും. അപ്പോൾ അതങ്ങ് ഫിനിഷ് ആകും. എന്തിനാ വേസ്റ്റ് ആക്കുന്ന? സസ്റ്റൈനബിൾ ലിവിങ്, അതല്ലേ നല്ലത്. ഇനി നമുക്ക് എല്ലാ പഴവും നല്ല നേർത്ത വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അരിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. കാരണം ഇനി നേരെ ഉണക്കാനാണ് പോകുന്നത്. ഇതൊരു വൃത്തിയുള്ള തുണിയിലോ ചാക്കിലോ നിരത്തി നല്ല വെയിലത്ത് ഉണക്കാം. കാലാവസ്ഥ അനുസരിച്ച് കുറച്ച് ദിവസം എടുത്തേക്കാം. നന്നായി ഡ്രൈ ആയിരിക്കണം. നന്നായി ഡ്രൈ ആയാലേ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതാണ് റിസൾട്ട്. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ചെയ്ത കഷ്ണങ്ങൾ എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാം. ഞങ്ങളൊരു മുഴുവൻ കുന്നൻവാഴ കൊണ്ട് തയ്യാറാക്കിയപ്പോൾ 3 ഗ്ലാസ് ജാറുകൾ നിറയെ കിട്ടി. ആവശ്യമുള്ളത് മാത്രം ഓരോ തവണ എടുക്കുക. അത് മിക്സിയിൽ നന്നായി പൊടിക്കുക. അങ്ങനെ ഹോം മെയ്ഡ് കുന്നൻ വാഴപ്പൊടി റെഡി. ഇനി വരുന്ന വീഡിയോയിൽ ഈ പൊടി ഉപയോഗിച്ച് കുഞ്ഞിന് ഞാൻ എങ്ങനെ കുറുക്കുണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. കീപ് വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.